നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഒല്ലൂരിൽ വീട്ടമ്മയെ അയൽവാസി കുത്തിക്കൊലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ 3 വയസ്സുകാരൻ മകനെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ പിതാവ് മരിച്ചു. മാരാത്തുകുന്ന് വാര്യത്ത് വളപ്പിൽ വിഷ്ണുവാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ പോലീസിനു നേരെ ഗുണ്ടാക്രമണം. ഒല്ലൂർ SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂരിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കിഴക്കേ വെള്ളാനിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ അശോകൻ ആലുങ്കലിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും മതസൗഹാർദ്ദ സംഗമവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മുൻ മേയർ രാജൻ പല്ലൻ സ്ഥാനാർത്ഥിയാകും. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തും പുതുക്കാട് നിന്ന് മുൻ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജും ചാലക്കുടിയിൽ സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കും. ഇരിങ്ങാലക്കുടയിൽ UDF സ്ഥാനാർത്ഥിയായി തോമസ് ഉണ്ണിയാടൻ ex-MLA മത്സരിക്കുന്നു. ഒല്ലൂരിൽ വീട്ടമ്മയെ അയൽവാസി കുത്തിക്കൊലപ്പെടുത്തി. പ്രതി അയൽവാസിയായ അപ്പാടൻ തോമസിനെ ഒല്ലൂർ പോലീസ് പിടികൂടി. ക്രിസ്റ്റഫർ നഗർ സ്വദേശി പുത്തൂർ വീട്ടിൽ 46 വയസ്സുള്ള സൗമ്യയാണ് മരിച്ചത്. പ്രതി ക്രിസ്റ്റഫർ നഗർ സ്വദേശി അപ്പാടൻ തോമസിനെ ഒല്ലൂർ പോലീസ് പിടികൂടി. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രതി കിണറ്റിൽ വീണു. ഫയർഫോഴ്സ് എത്തിയാണ് പ്രതിയെ കിണറ്റിൽ നിന്ന് കയറ്റിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കുത്തേറ്റ യുവതിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആഗ്ന, ആരോൺ എന്നിവർ മക്കളാണ്. കിണറ്റിൽ വീണ മകനെ രക്ഷിക്കാനിറങ്ങിയ പിതാവ് മരിച്ചു. മാരാത്തുകുന്ന് വാര്യത്ത് വളപ്പിൽ വിഷ്ണുവാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 7ഓടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. വീടിനടുത്തുള്ള ആൾമറയില്ലാത്ത കിണറ്റിൽ 3 വയസ്സുകാരൻ ആയുഷ് വീണത് കണ്ട് പരിഭ്രാന്തിയിലായ പിതാവ് വിഷ്ണുവിനെ രക്ഷിക്കാനിറങ്ങിയതായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ആയുഷിനെ കിണറ്റിലിറങ്ങി പുറത്തെടുത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കിണറ്റിലകപ്പെട്ട വിഷ്ണുവിനെ അഗ്നിശമന സേനാംഗങ്ങൾ പുറത്തെടുത്ത് വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ പോലീസിനു നേരെ ഗുണ്ടാക്രമണം. ഒല്ലൂർ SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പോലീസിനു നേരെ ഗുണ്ടാക്രമണം ഉണ്ടായത്. ഒല്ലൂർ SI വരുണിന് കൈക്ക് കുത്തേറ്റു. കൈപ്പത്തിക്കുള്ളിലാണ് കുത്ത്. കൂടെ ഉണ്ടായിരുന്ന മറ്റ് 3 പോലീസുകാർക്കും പരിക്കുണ്ട്. സംഭവത്തിൽ പ്രതികളായ വിഷ്ണുജിത്ത്, ജിഷ്ണു എന്നിവർ പിടിയിലായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുവരും. വിഷ്ണുജിത്തിനെ പിടികൂടാൻ പോയതായിരുന്നു പോലീസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂരിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂരിൽ പത്മജ വേണുഗോപാൽ, മണലൂരിൽ KK അനീഷ് കുമാർ, ഇരിങ്ങാലക്കുട സന്തോഷ് ചെറാക്കുളം, ചേലക്കര K ബാലകൃഷ്ണൻ എന്നിവരെയാണ് BJP സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. കിഴക്കേ വെള്ളാനിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ അശോകൻ ആലുങ്കലിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും മതസൗഹാർദ്ദ സംഗമവും സംഘടിപ്പിച്ചു. കിഴക്കേ വെള്ളാനിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ അശോകൻ ആലുങ്കലിന്റെ നേതൃത്വത്തിലാണ് വിരുന്നും മതസൗഹാർദ്ദ സംഗമവും സംഘടിപ്പിക്കപ്പെട്ടത്. ചടങ്ങിൽ ചിറക്കാക്കോട് ഇളങ്ങന്നൂർ മനയിലെ സദാനന്ദൻ തിരുമേനി, മണ്ണുത്തി പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ, വെള്ളാനിക്കര ജുമാ മസ്ജിദ് മഹൽ ചീഫ് ഇമാം, ചിറക്കാക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രസിഡന്റ് ശശി കള്ളാടത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, മുൻ പ്രസിഡന്റ് ഇന്ദിരാമോഹൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗീതു രതീഷ്, സുജിയ രമേശ്, ഗ്രേസി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജി ഖരീജ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടികൾക്ക് മുൻ പഞ്ചായത്ത് മെമ്പർ പുഷ്പചന്ദ്രൻ, മറ്റു പ്രദേശവാസികൾ എന്നിവരും സന്നിഹിതരായി. ഹത്തീബ് മുഹമ്മദ് ഉദ്സിയും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ മൊയ്തീൻ മുഹമ്മദ് അലി, ഷാജി സുലൈമാൻ, സുധീർ മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു. എല്ലാ മതങ്ങളും ഒരേ രീതിയിൽ പോകുന്നവരാണ്. അത് ഒരേ ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. അത് മതത്തിൻ്റെ അപ്പുറം ഒരു നല്ല കൂട്ടായ്മ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വരാൻ മനസ്സ് കാണിച്ചത്. എപ്പോഴും സാഹോദര്യം നമുക്ക് ആവശ്യമാണ്. മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നതാണ് സ്വർഗം. നമുക്കൊക്കെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗം ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ സാധിക്കുക മനുഷ്യർ തമ്മിൽ സ്നേഹിച്ചുകൊണ്ടാണ്. അതിനകത്ത് ഇടയ്ക്കൊക്കെ വിഭാഗീയത ഉണ്ടാകും. അത് മനുഷ്യൻ്റെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സ്വഭാവമാണ്.
പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനിയും നമ്മൾ ഓരോരുത്തരുമാണ് സാഹോദര്യങ്ങളായിട്ട് സാഹോദര്യത്തിൽ വളരേണ്ടത്. കൂടി എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാവർക്കും റംസാൻ തിരുനാളിൻ്റെ ആശംസകളുണ്ട്. ാണ് ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. മതങ്ങളുടെ വേലിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും എല്ലാം വിഷം കുത്തിവെക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനപ്പുറമായി മനുഷ്യർ തമ്മിൽ വലിയ സ്നേഹമുണ്ട്, ബന്ധമുണ്ട്, കടപ്പാടുകളുണ്ട് എന്ന് അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇതുപോലുള്ള സംഗമങ്ങൾ എന്നുള്ളത്. അതിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചുകൂടി ആ ഒരു സന്തോഷം പങ്കുവെക്കുക, ആ സന്തോഷ നിമിഷത്തിൽ പങ്കുചേരുക. ഇത് വരും തലമുറയിലേക്ക്, ഭാവി തലമുറയിലെ പ്രിയപ്പെട്ട മക്കൾക്ക് അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ കാലയളവിലും ജനിച്ചു വീഴുന്ന ആരും ഒരു മതവും കൊണ്ടല്ല വരുന്നത്, അതെല്ലാം നാം സൃഷ്ടിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സദസ്സുകളുടെയൊക്കെ പ്രാധാന്യം ഇന്ന് വളരെ അധികം അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഒല്ലൂരിൽ LDF സ്ഥാനാർത്ഥി കെ രാജന്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് കെ രാജൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വലിയാലിക്കൽ സെന്ററിൽ നിന്നും റോഡ് ഷോയിലൂടെ ആദ്യഘട്ട പരിപാടികൾക്ക് തുടക്കമായി. മണ്ഡലത്തിൽപ്പെടുന്ന എല്ലാ പഞ്ചായത്തുകളിലെയും പ്രദേശങ്ങളിൽ പര്യടനം നടത്തിയ റോഡ് ഷോ പട്ടിക്കാട് സെന്ററിൽ എത്തി സമാപിച്ചു. LDF നേതാക്കളായ MS പ്രദീപ് കുമാർ, വർഗീസ് കണ്ടംകുളത്തി, പ്രസാദ് പാറേരി, ബേബി നെല്ലിക്കുഴി, മാത്യു നൈനാൻ, PS വിനയൻ, റെജി PD, ജിനേഷ് PC, സനിൽ വാണിയമ്പാറ, മനു പുതിയമഠം, VC സുജിത്, KV സജു, PV സുദേവൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥിയായി വീണ്ടും ഈ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളോട് ഏതെങ്കിലും ഒന്ന് ഹൃദയത്തിൽ തൊടാതെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. 10 വർഷക്കാലം മുമ്പ് ഈ മണ്ഡലത്തിൽ MLA ആയി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഞാൻ നിങ്ങളോട് നൽകിയ വാഗ്ദാനം പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെ കെട്ടിടം ഇന്ന് വെച്ചതുപോലെ വെച്ചു തരും എന്നായിരുന്നില്ല. പട്ടിക്കാട് LP സ്കൂളിന് 5.5 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിക്കും എന്നായിരുന്നില്ല. കല്യാണ മണ്ഡപം പൂർത്തീകരിക്കും എന്നായിരുന്നില്ല. ഗ്രൗണ്ട് പൂർത്തീകരിക്കും എന്നതായിരുന്നില്ല. ഈ മാർക്കറ്റ് റോഡ് BMBC ആക്കും എന്നതായിരുന്നില്ല. പീച്ചി റോഡിൽ നിന്ന് വെലങ്ങന്നൂരിലേക്ക് പോകുന്ന മലയോര ഹൈവേ ഇത്ര മഹനീയമാക്കും എന്നായിരുന്നില്ല. പീച്ചിയിൽ ഒരു വിദ്യാഭ്യാസ ഹബ്ബ് തന്നെ സൃഷ്ടിച്ച് PG ITA ഉണ്ടാക്കി. PGയിലെ ITA കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ ITA ആക്കും എന്നുമായിരുന്നില്ല. സുവോളജിക്കൽ പാർക്കിനെ കുറിച്ചോ ഇവിടുത്തെ BMBC റോഡുകളെ കുറിച്ചോ ആയിരുന്നില്ല എന്റെ വാഗ്ദാനം. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റ വാഗ്ദാനമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ ചിഹ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ, വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ അതിന്റെ പേരിൽ ഒരു നിമിഷം പോലും ഈ മണ്ഡലത്തിലെ ഒരാൾക്കും തലകുനിക്കേണ്ടി വരില്ല എന്ന് പ്രഖ്യാപിച്ചത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ആത്മാഭിമാനബോധത്തോടെ ഈ തിരഞ്ഞെടുപ്പിൽ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ജനവിധി തേടുകയാണ്. 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ സമാനതകളില്ലാത്തൊരു കാലം നമുക്ക് ശ്രദ്ധിക്കാനായി. ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. കഴിഞ്ഞ ദിവസം പത്രമാധ്യമ സുഹൃത്തുക്കൾ
എന്നോട് ഇന്നലെ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് പ്രഖ്യാപിച്ചു. പത്മജ വേണുഗോപാൽ തൃശൂരിൽ BJP സ്ഥാനാർത്ഥി. മുൻ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സ്വന്തം ലീഡറുമായ കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകൾ പത്മജ രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്ന, രാജ്യത്തിന്റെ തന്നെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വീടിന്റെ അകത്തളങ്ങളിൽ വളർച്ച. രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ കരുത്ത് മാത്രമല്ല, മുതൽക്കൂട്ട്, ജനസേവനം ജീവിതചര്യയായി സ്വീകരിച്ച ശക്തമായ നേതൃ സ്വഭാവത്തിന്റെ ഉടമ കൂടിയാണ്. ഡോക്ടർ വേണുഗോപാലിന്റെ സഹധർമ്മിണി, 2 കുട്ടികളുടെ അമ്മ കൂടിയാണ്. കുടുംബവും പൊതുപ്രവർത്തനവും മനോഹരമായി കൈകാര്യം ചെയ്ത് പത്മജയുടെ ജീവിതം. സാമൂഹിക സേവനത്തിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും നിലകൊണ്ട അവർ KTDCയുമായി പ്രവർത്തിച്ചു. പത്മജയുടെ ദീർഘവീക്ഷണവും ഭരണക്ഷമതയും തെളിയിക്കുന്ന ഒന്നായിരുന്നു ആ കാലയളവ്. ടൂറിസം മേഖലയിലെ വികസനത്തിന് പുതിയ ദിശകൾ തുറന്നു. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും AICC അംഗവുമായിരുന്നു പത്മജ. KPCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു. തൃശൂർ DCC അധ്യക്ഷ പദവിയിലും പ്രവർത്തിച്ചു. പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ പത്മജ വേണുഗോപാൽ നേരിട്ടു. 2004 ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് എത്തി. ചാലക്കുടി ലോക്സഭാ മണ്ഡലം, അന്നത്തെ മുകുന്ദപുരം സീറ്റിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചു. 2016 2021 നേരിയ വോട്ടിന് തൃശൂരിൽ നിന്ന് പരാജയപ്പെട്ടു. ജനഹൃദയങ്ങളിൽ അവർ ഉണ്ടാക്കിയെടുത്ത പിന്തുണ വളരെ വലുതാണ്. നിലവിൽ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ് പത്മജ വേണുഗോപാൽ. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ.
വാർത്തകൾ തുടരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാജന്റെ റോഡ് ഷോ ഒല്ലൂർ മണ്ഡലത്തിന്റെ ഹൃദയതാളമായി മാറി. ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ മുന്നേറിയ പ്രചാരണയാത്രയിൽ ചുവന്ന ബലൂണുകളും സ്ഥാനാർത്ഥിയുടെ ചിത്രം ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ച പ്രവർത്തകരും അനുഭാവികളും ഒല്ലൂരിന്റെ പ്രധാന വഴികളെ ചുവപ്പണിയിച്ചു. വഴിയരികളിൽ നിന്നെത്തിയ ജനങ്ങൾ കയ്യടിയും അഭിവാദ്യങ്ങളുമായി സ്ഥാനാർത്ഥിയെ വരവേറ്റപ്പോൾ വികസനത്തിന്റെ തുടർച്ചുറപ്പാക്കണമെന്ന ജനാഭിലാഷം റോഡ് ഷോയിൽ മുഴുവൻ പ്രതിഫലിച്ചു. വിവിധ കേന്ദ്രങ്ങളിലൂടെ മുന്നേറിയ റോഡ് ഷോ ഒല്ലൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതുവൈഭവവും ആത്മവിശ്വാസവും പകർന്നു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കണിമംഗലത്ത് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. LDF മണ്ഡലം സെക്രട്ടറി MS പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബേബി നെല്ലിക്കുന്ന് എന്നിവർ സംസാരിച്ചു. പ്രസാദ് പാറേരി സ്വാഗതം പറഞ്ഞു. PD റെജി, വർഗീസ് കണ്ടംകുളത്തി, PS വിനയൻ, കനിഷ്കൻ വല്ലൂർ, KV സജു, രമ്യ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൃഷ്ണാപുരം വായനശാലയും ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ഒന്നായി ഒന്നിച്ച് എന്ന പേരിൽ 4ാമത് സൗഹൃദ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് PK രമേശ് അധ്യക്ഷത വഹിച്ചു. കാളത്തോട് മഹല്ല് ചീഫ് ഇമാം അഷ്റഫി നിസാമി, സ്വാമി വിശ്വഭദ്രാനന്ദ ബോധി, മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ജിമ്മി ജോസ് എന്നിവർ സന്ദേശം നൽകി. സൗഹാർദ്ദവും സഹിഷ്ണുതയും പ്രസക്തമായ കാലത്ത് ഇഫ്താർ സംഗമം ഹൃദയബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതായി വിശിഷ്ടാതിഥികൾ പറഞ്ഞു. ഡോക്ടർ അബ്ദുൾ സലാം പണിക്കശ്ശേരി ചികിത്സാ ധനസഹായ വിതരണം നടത്തി. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചവരെ അഭിനന്ദിച്ചു. സെക്രട്ടറി KV സുരേഷ് മാസ്റ്റർ സ്വാഗതവും നജ്മുദ്ദീൻ പണിക്കശ്ശേരി നന്ദിയും അറിയിച്ചു. മൃഗശാല ഗവേണിംഗ് ബോഡി അംഗം MS പ്രദീപ് കുമാർ, കൌൺസിലർ സൗമ്യ പ്രതീഷ്, ES അനിൽകുമാർ, M അനൂപ്, മുഹമ്മദ് യാസിൻ എന്നിവർ ആശംസകൾ നേർന്നു. എനിക്ക് ലഭിക്കാതെ പോയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ നാട് കോട്ടയത്ത് പാലായിലാണ്. കടൂർ എന്ന് പറയുന്ന കൊച്ചു പഞ്ചായത്തില് വലുവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് വലുവൂരും പാലായിലുമായിട്ടാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പൂർത്തിയാക്കുന്നത് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സഹപാഠിയായിട്ട് ഒരു മുസ്ലിം വിദ്യാർത്ഥി എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ നാടിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ അതിനുശേഷം ഞാൻ എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയത് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലാണ്. ആ സമയത്താണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ സഹപാഠികളായിട്ട് എനിക്ക് മുസ്ലിം സഹോദരങ്ങളെ ലഭിക്കുന്നതും അവരുമായിട്ട് ഇടപഴകുവാനായിട്ട് അവസരം ലഭിക്കുന്നതും. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്ര ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണ തിരുനാളിനോടനുബന്ധിച്ച് കൊടി ഉയർത്തൽ റെക്ടർ ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ നിർവഹിച്ചു. ഫാദർ എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റി ഷിജോ തരിയൻ, ജസ്റ്റിൻ മുല്ലൂർ, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, തിരുനാൾ കൺവീനർ ജോസഫ് വട്ടപ്പള്ളി, PRO സിനിൽ കൊടുമ്പിലായിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വൻകുടലിൽ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പുത്തൻകാട് സ്വദേശി സുമനസ്സുകളുടെ സഹായം തേടുന്നു. പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് സ്വദേശി കട്ടക്കത്തുട്ടിൽ കൊച്ചപ്പന്റെ മകൻ 53 വയസ്സുള്ള ഷാജുവാണ് ചികിത്സാ സഹായം തേടുന്നത്. വൻകുടലിൽ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലാണ് ഷാജു. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇദ്ദേഹം. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വലിയ തുക ചിലവായി കഴിഞ്ഞു. ഷാജുവിന്റെ ജീവൻ നിലനിർത്താൻ ശസ്ത്രക്രിയ ആവശ്യമാണ്. തുടർ ചികിത്സയ്ക്കും ഏകദേശം 5 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നു. ഷാജുവും ഭാര്യയും 2 ചെറിയ പെൺമക്കളും അടങ്ങുന്ന കുടുംബം പണം കണ്ടെത്താനാകാതെ പ്രയാസപ്പെടുകയാണ്. ഷാജുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരുണമറ്റാത്ത സുമനസ്സുകളുടെ സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഷാജു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഷാജുവിനെയും കുടുംബത്തെയും സഹായിക്കാൻ താൽപര്യമുള്ളവർക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കുട്ടനല്ലൂർ ശാഖയിലെ അക്കൗണ്ട് നമ്പർ 40320101057829 IFSC കോഡ് KLGB 00403231 എന്നതിൽ സഹായങ്ങൾ നൽകാം.
മൃഗശാലയിലെ പക്ഷിമൃഗാദികൾക്ക് കൂടുതൽ വിശാലമായ ആവാസ ഇടങ്ങൾ ലഭ്യമാക്കാൻ തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന ആശയം രൂപീകരിക്കാനും യാഥാർത്ഥ്യമാക്കാനും 40 വർഷക്കാലമായി നടക്കുന്ന ജനകീയ പ്രവർത്തനങ്ങളുടെ ചരിത്രം വിവരിക്കുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്ക് വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം പശ്ചിമഘട്ടങ്ങൾ എന്ന ഗ്രന്ഥം മുൻ മേയർ കെ രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഫ്രണ്ട്സ് ഓഫ് സൂക്ക് സെക്രട്ടറിയും സർവോദയ ദർശൻ ചെയർമാനുമായ എം പീതാംബരൻ മാസ്റ്ററാണ് ഗ്രന്ഥം തയ്യാറാക്കിയത്. അയ്യന്തോൾ വയല കൾച്ചറൽ സെന്ററിൽ ചേർന്ന സുഹൃത്ത് സമ്മേളനത്തിൽ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എൻ രാജഗോപാലൻ അധ്യക്ഷനായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചെറിയത്ത്, അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA മാത്യു, സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് പി രാജേന്ദ്രൻ, സർവോദയ ദർശൻ കൺവീനർ വി പ്രസന്ന, നാടക സംവിധായകൻ KV ഗണേഷ്, ഗാന്ധി ദർശൻ കൺവീനർ VS ഗിരീശൻ, വയല കൾച്ചറൽ സെന്റർ ഡയറക്ടർ വത്സല വാസുദേവൻ പിള്ള, പ്രൊഫസർ VP ജോൺസ്, MM സേതുമാധവൻ, M അരവിന്ദാക്ഷൻ, ജെയിംസ് മുട്ടിക്കൽ, ആർട്ടിസ്റ്റ് CJ ജിൻഡോ എന്നിവർ പ്രസംഗിച്ചു. പുസ്തകരൂപത്തിലേക്ക് ആക്കുമ്പോൾ രണ്ട് ഉദ്ദേശമാണ് ഇതിലുള്ളത്. ഒന്ന്, ഇപ്പോൾ ഇൻസ്റ്റന്റിന്റെ കാലമാണ്, എല്ലാം പെട്ടെന്ന് വേണം എന്നുള്ള രീതിയിൽ പെട്ടെന്നൊന്നും അങ്ങനെ വലിയ കാര്യങ്ങൾ നടക്കില്ല എന്ന് അടുത്ത തലമുറയ്ക്ക് ഒരു ബോധ്യം ഉണ്ടാക്കണ്ടേ. സുവോളജിക്കൽ പാർക്ക് പെട്ടെന്ന് ഉണ്ടായതല്ലല്ലോ. അതിന് 40-40 വർഷം എത്രയോ ആളുകൾ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇല്ല, മരിച്ചുപോയി. പലരും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്, കുട്ടിയെടുത്ത് നടക്കണ കാര്യമാണോ എന്ന് നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അവർ പലരും ഇല്ലയെന്ന് അവരൊക്കെ മനസ്സിൽ സ്മരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ക്ഷമയോടുകൂടി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി നിരന്തരമായ പ്രവർത്തനം ഉണ്ടെങ്കിലേ ഒരു കാര്യം യാഥാർത്ഥ്യമാവുള്ളൂ എന്ന ഒരു സന്ദേശം നമുക്ക് ഈ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും കൊടുക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് ഒരു പുസ്തക രൂപത്തിലാക്കുന്നത്, ഒരു ഡോക്യുമെൻ്റ് ആക്കുക എന്നുള്ള നിലയ്ക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അശ്രാന്ത പരിശ്രമം നടത്തിയാൽ നമുക്ക് സാധിക്കും, അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു സന്ദേശം അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ട് തരത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറികൾക്കൊക്കെ ഇതൊരു ഭാവിയിൽ വരുന്ന കുട്ടികൾ ഇപ്പം ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തന്നെ ഒരു 5-10 പ്രോജക്റ്റ് വർക്ക് പേപ്പറുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പല കുട്ടികളും ഇതൊരു പ്രോജക്റ്റ് വർക്കായിട്ട് അവരുടെ പേപ്പറുകളായിട്ട് തന്നെ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അവർ ഡിഗ്രിക്ക് സബ്മിറ്റ് ചെയ്ത പേപ്പറുകളായിട്ട്. അപ്പോഴാണ് തോന്നിയത് ഇതൊരു രേഖപ്പെടുത്തി വെക്കേണ്ടത് ആവശ്യം. നിഷ്പക്ഷമായ രീതിയിൽ യാഥാർത്ഥ്യം മാത്രം അവതരിപ്പിക്കുന്ന രീതിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ പത്രത്താളുകളാണ് അതിൽ പ്രധാനമായിട്ടും ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഡോക്യുമെന്റേഷനാണ് നമ്മുടെ പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത്. ലൈബ്രറികൾക്കായിട്ട് നമ്മളൊരു മാഗസിൻ ടൈപ്പിലുള്ള ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. വ്യക്തികൾക്കായിട്ട് നമ്മൾ സാധാരണ പുസ്തകത്തിൻ്റെ ഡെമ്മി സൈസിലും അങ്ങനെ തയ്യാറാക്കിയിട്ടാണ് ഉള്ളത്. ലൈബ്രറികൾക്ക് മാഗസിൻ ടൈപ്പ് കൊടുത്ത് അവർക്ക് കാലങ്ങളായിട്ട് അതുപോലെ സൂക്ഷിച്ച് വയ്ക്കാം, വരും തലമുറയ്ക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളതായിരിക്കും. അങ്ങനെ 2 തരത്തിലാണെന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഔപചാരികമായ പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ മുൻ മേയറായിട്ടുള്ള കെ രാധാകൃഷ്ണൻ. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്.
സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകൾ തുടരുന്നു. മാടക്കത്ര NSLP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ബീന ജോസ് മേനാച്ചേരിയുടെ യാത്രയയപ്പ് ചടങ്ങ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PR സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 36 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ബീന ജോസ് മേനാച്ചേരിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സമുചിതമായ യാത്രയയപ്പ് നടത്തി. OSA പ്രസിഡന്റ് രവീന്ദ്രൻ പനയത്ത് അധ്യക്ഷത വഹിച്ചു. മാനേജർ NK രാമൻ, രംഭ, രവീന്ദ്രനാഥ് മേനോൻ, ചന്ദ്രൻ കുറുമാമ്പുഴ, റിട്ടയർഡ് ദേവിക ടീച്ചർ എന്നിവർ സംസാരിച്ചു. PM രമേശ് ചന്ദ്രൻ സ്വാഗതവും സീനിയർ അധ്യാപിക സിജി സൈമൺ നന്ദിയും അറിയിച്ചു. അന്ന് എനിക്ക് പറയാനുള്ള എല്ലാ യാത്രയപ്പിന്റെയും വാക്കുകൾ ഞാനതിൽ പറഞ്ഞു പോയതാണ്. ഇനി അത് ആവർത്തിക്കുന്നില്ല. കാരണം ഈ ചടങ്ങ് അന്ന് നടത്തേണ്ട ഒരു ചടങ്ങാണ് എന്നതുകൊണ്ട് അതിലൊരു ചെറിയ OSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടുകൾ ഈ 100ാം വാർഷികാഘോഷത്തിൻ്റെ സമാപനത്തിൽ കൊടുക്കാം പ്രൗഢഗംഭീരമായൊരു ചടങ്ങിൽ എന്നതാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. പക്ഷെ അത് പോരാ. ടീച്ചർ മെയ് മാസത്തിൽ പോവുകയാണ്. അതിനേക്കാൾ മുന്നേ കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു ചടങ്ങ് OSA നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ളൊരു വിദ്യാലയങ്ങളിൽ ഈ സ്കൂളിൽ നിന്ന് പൂട്ടാതിരിക്കുന്നതിൻ്റെ മുഖ്യ കാരണം OSAയാണ്. അതിലെ കൃത്യമായ ഇടപെടലാണ് നമ്മുടെ OSA നേതൃത്വം കൊടുക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ഏട്ടനും രവിയേട്ടനും അടക്കമുള്ള അതിനെ തോളോട് തോൾ ചേർന്ന് എല്ലാ പിന്തുണയും കൊടുത്ത ഈ സ്കൂളിൻ്റെ മാനേജരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാമേട്ടനടക്കമുള്ള ആളുകൾ. മാനേജ്മെൻറ്റ് എന്തിനും ഏതിനും ലാഭം മാത്രം കാണുന്ന ഒരു സ്ഥിതിയിലേക്കാണ്. പക്ഷേ ഇവരെ അങ്ങനെ നമുക്കൊരിക്കലും കാണാൻ ഒരു നിമിഷം പോലും ഈ സമയം വരെ അത്തരമൊരു സാഹചര്യം തന്നിട്ടില്ല. എല്ലാ OSA അംഗങ്ങള്, ഞാൻ പരിശേട്ടൻ, രാമചന്ദ്രൻ മാഷ്, രാമനാഥേട്ടൻ, ശശി മാഷ്, ശ്രീ രംബേച്ചി, അതുപോലെ തന്നെ രവിയേട്ടൻ, ശ്രീ KS കുട്ടി, പിന്നെ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി അംഗം ശ്രീ PR സുരേഷ് ബാബു അവർ, ഇവിടെ എത്തിച്ചേരാത്ത നമ്മുടെ ശ്രീ പ്രസാദ് പറേരി വിളിച്ചിരുന്നു. ഇലക്ഷൻ്റെ തിരക്കായ കാരണം പലർക്കും എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ പ്രശാന്ത് KP, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ PTA പ്രസിഡന്റ് നമ്മുടെ ശ്രീമതി രഞ്ജിനി, അതുപോലെ നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ശ്രീ സുജാത, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രാജേഷ്, PTA എല്ലാ അംഗങ്ങളും പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അധ്യാപകർക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്കും പാവുട്ടേച്ചി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം.
അന്ന് നമ്മൾ ആനിവേഴ്സറിക്ക് കുറെ പറഞ്ഞതാണ്. വീണ്ടും ഒരു ചടങ്ങ് എനിക്ക് വേണ്ടി പ്രത്യേകം വെച്ചു. അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ചടങ്ങ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. മറ്റുള്ള ടീച്ചേഴ്സിന് ഇങ്ങനെ സബ്ജക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി സംഘടിപ്പിച്ച് ശ്രീ രമേശേട്ടനോടും അതുപോലെ കൈകോർക്കാം കരുതലാകാം. അനാമികയുടെ ചികിത്സയ്ക്കായി 2,40,000 രൂപ കൈമാറി കോൺഗ്രസ്. അവസ്കുലർ നെക്രോസിസ് എന്ന മാരക രോഗം ബാധിച്ച് തൃശൂർ പയ്യനം ചേരുംകുഴി ദേശത്ത് 24 വയസ്സുള്ള കുളത്തിങ്കൽ അഖിൽ ഭാര്യ അനാമികയുടെ ചികിത്സാ ധനശേഖരണാർത്ഥം ചേരുംകുഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചിലൂടെ 2,40,082 രൂപ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ചേരുംകുഴി വികാരി സെബി കവലക്കാട്ടിന്റെ സാന്നിധ്യത്തിൽ രോഗബാധിതയുടെ കുടുംബത്തിന് കൈമാറി. വാർഡ് പ്രസിഡന്റ് ജെസ്ജോ ആനിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ആശുപത്രിക്കാരുടെ അനാസ്ഥ കൊണ്ട് മരുന്ന് ഓവർഡോസ് ഉപയോഗിച്ച് അവസ്കുലർ നെക്രോസിസ് എന്ന മാരക രോഗം ബാധിച്ച് 2 ഹിപ്പ് ഷോൾഡറും മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് അനാമികയ്ക്ക് നടത്തേണ്ടത്. അധികൃതരുടെ അനാസ്ഥ മൂലം എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന രോഗത്തിന് കാരണമായി അമിത വേദന കൊണ്ട് എഴുന്നേറ്റ് നടക്കാനോ ഉറങ്ങാനോ കഴിയാതെ വേദന കടിച്ചമർത്തി ജീവിക്കേണ്ടി വരികയാണ്. തന്റെ കുഞ്ഞുമകനെ കൈകൊണ്ടൊന്ന് എടുക്കാൻ കഴിയാത്തതാണ് രോഗത്തേക്കാൾ അനാമികയ്ക്ക് വേദന നൽകുന്നത്. ചികിത്സാ സഹായത്തിന് മുന്നിട്ടിറങ്ങി 2.5 ലക്ഷം രൂപയോളം സഹായധനമായി സംഘടിപ്പിച്ച് നൽകിയ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് അഭിനന്ദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും DCC ജനറൽ സെക്രട്ടറിയുമായ KC അഭിലാഷ്, പഞ്ചായത്ത് മെമ്പർ സാബു വലിയപറമ്പിൽ, DCC ജനറൽ സെക്രട്ടറി ML ബേബി, മണ്ഡലം പ്രസിഡന്റ് ES അനിരുദ്ധൻ, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജെയ്സൺ PC, വാർഡ് മെമ്പർമാരായ PK വിജേഷ്, സൗമ്യ ബിജു, വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ജോയ് കുളങ്ങര, VV ദേവസി, ഷാജി മേൽക്കുന്നേൽ, ബേബി താഴത്തെക്കുടിയിൽ, PG സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ K രാജു കാവ്യത് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സഹജീവികളെ സ്നേഹിക്കലും അവരെ ചേർത്ത് പിടിക്കലും അവരെ കണ്ണീരൊപ്പുകലും അതുപോലെ തന്നെ നാടിന്റെ വികസനവും അനീതിക്കെതിരെയുള്ള ധർമ്മസമരവുമാണ് രാഷ്ട്രീയ പ്രവർത്തനം. മഹാത്മാജി നമുക്ക് കാണിച്ചത് അനീതിക്കെതിരെയുള്ള ധർമ്മസമരമാണ്. അദ്ദേഹം കാണിച്ചത് സ്നേഹവും സഹനവുമാണ്. അദ്ദേഹം നമുക്ക് ദർശനം തന്നത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കലാണ്. അദ്ദേഹം എന്നും പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കലാണ് മഹനീയമായ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പൊ മഹാത്മാഗാന്ധിയെ പിന്തുടർച്ചാശികളായ കോൺഗ്രസുകാര് എപ്പോഴും നന്മയുടെ കൂടെ നിൽക്കണം. ആ നന്മയെ സ്നേഹിക്കാനും ആ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാവുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മഹനീയത ഉണ്ടാവുന്നത്. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്ഥാനമാനങ്ങൾ നേടുവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാതെ സ്വന്തം സമൂഹത്തിന്, സ്വന്തം നാടിന്, നാടിന്റെ വികസനത്തിന്, ആ പ്രദേശത്തെ അനീതികൾക്കെതിരെ ആ ഒരു ധർമ്മ സമരം ചെയ്യണം. ഇവിടെ ഈ ചേരുംകുഴി എപ്പോഴും ഞാൻ വരുമ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാൻ, അതുപോലെ തന്നെ പലർക്കും സഹായം കൊടുക്കാൻ, അതുപോലെ വിജയിച്ച കുട്ടികളെ സ്വീകരിക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. എപ്പോഴും ഈ ചേരുംകുഴിയിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കൾ എന്നും മാതൃകയാണ്. അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെയും ബിരിയാണിയാണ്. അതിന്റെ രുചിക്ക് ഒരു കുറവുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സാണത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ ആ ബിരിയാണി എപ്പോഴും ഈ സമൂഹത്തിന് മാതൃക കാണിച്ചിട്ടുള്ളതാണ്. അവർക്ക് എല്ലാവിധ അഭിവാദ്യം നേരുന്നു. നമ്മുടെ അനാമിക മോൾക്ക് CPIM മുൻ ബ്രാഞ്ച് മെമ്പർ ഊരാക്കോട് മേലേട്ടതിൽ രാമകൃഷ്ണൻ മകൻ മനോജ് നിര്യാതനായി. 45 വയസ്സായിരുന്നു പ്രായം. രാജേശ്വരിയാണ് ഭാര്യ. അനുശ്രീ മകളാണ്. രാധ അമ്മയാണ്. ചെറുതുരുത്തി ശാന്തി തീരത്ത് സംസ്കാരം നടന്നു. എരുവിമംഗലം വലിയ വീട്ടിൽ അനീഷിന്റെ ഭാര്യ സുവർണ നിര്യാതയായി. 35 വയസ്സായിരുന്നു പ്രായം. കൊഴുക്കുള്ളി ഓർമ്മക്കൂട്ടിൽ സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂരിൽ വീട്ടമ്മയെ അയൽവാസി കുത്തിക്കൊലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ 3 വയസ്സുകാരൻ മകനെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ പിതാവ് മരിച്ചു. മാരാത്തുകുന്ന് വാര്യത്ത് വളപ്പിൽ വിഷ്ണുവാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു.
മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ പോലീസിനു നേരെ ഗുണ്ടാക്രമണം. ഒല്ലൂർ SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂരിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കിഴക്കേ വെള്ളാനിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ അശോകൻ ആലുങ്കലിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും മതസൗഹാർദ്ദ സംഗമവും സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.